രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഉമാ തോമസ് എംഎൽഎക്ക് നേരെ സൈബർ ആക്രമണം. പരിക്കേറ്റപ്പോൾ രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ചത് തെറ്റായിപ്പോയെന്നുൾപ്പെടെ അധിക്ഷേപം. മേലനങ്ങാതെ എംഎൽഎ ആയതിന്റെ കുഴപ്പമെന്നും സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ. സിജോ വർഗീസ് ചേരുന്നു. സിജോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരൊക്കെയാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചത്, ഇല്ലെങ്കിൽ അവർക്ക് നേരെയൊക്കെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു? അതും യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള പ്രൊഫൈലുകളിൽ നിന്നൊക്കെ ഈ തരത്തിലുള്ള കമന്റുകൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ആരാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ടോ? എന്ത് കേസെടുത്തു? രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം, അതൊരു നിമിഷം പോലും വൈകരുതെന്നായിരുന്നു ഉമാ തോമസ് എംഎൽഎയുടെ പ്രതികരണം. അതായത് ആരോപണങ്ങൾ തെറ്റായിരുന്നെങ്കിൽ രാഹുൽ കേസ് കൊടുക്കുമായിരുന്നു. എന്നാൽ ഈ മൗനം ആരോപണം ശരിവെക്കുകയാണ്. ഉത്തരവാദിത്തത്തോടെ രാഹുൽ രാജിവെച്ച് മാറി നിൽക്കണം, ജനങ്ങളെ മുൾമുനയിൽ നിർത്തരുത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഉമാ തോമസ് പറഞ്ഞത്. അതിരൂക്ഷമായിട്ടുള്ള വിമർശനം രാഹുലിനെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഉമാ തോമസ് എംഎൽഎക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇത്തരത്തിൽ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വീട്ടിലിരുന്നവനും പരിക്കേറ്റപ്പോൾ രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥന തെറ്റായിരുന്നു എന്നുള്ള അധിക്ഷേപവും ഉയരുന്നുണ്ട്. എന്തായാലും ഇത് ഉമാ തോമസ് എംഎൽഎ അനുകൂലിച്ചുള്ള നിലപാടുകളും പാർട്ടിയുടെ വാറ്റ്പോരും മുതലെടുത്തുകൊണ്ടുള്ള പ്രതികരണങ്ങളും സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. ശരി, സിജോ പറഞ്ഞതുപോലെ ഓരോ വാർത്തകളുടെ താഴെയും ഇല്ലെങ്കിൽ ഓരോ പോസ്റ്റുകൾക്കിടയിലുമൊക്കെ ഇത്തരത്തിലുള്ള കമന്റുകളാണ്. രാവിലെ ഉമാ തോമസ് പ്രതികരിച്ചിരുന്നു. അതിനുശേഷമാണ് ആ വാർത്തയ്ക്ക് താഴെയൊക്കെ വന്നിട്ട് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശാരീരികമായി ഇല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ ആക്സിഡന്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യത്തിൽ അതുകൂടി ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ കമന്റുകൾ ഉള്ളത്. നിയമ നടപടിയിലേക്ക് കടന്നിട്ടില്ല, പരാതിപ്പെട്ടിട്ടില്ല. പക്ഷേ ആ രീതിയിലാണ് ഇപ്പോൾ ആക്രമണം സൈബർ ഇടങ്ങളിലുള്ളത്. സിജോ വർഗീസാണ് വിശദാംശങ്ങൾ നൽകിയത്.